ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. മിഷൻ ഫസ്റ്റ് റാങ്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, 10 ഇംഗ്ലീഷ്, 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഡെയിലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ പെയ്ഡ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ലൈഡ് വ്യൂ ദാറ്റ് ഹെൽപ്സ് യു ടു റീഅറേഞ്ച് സ്ലൈഡ്സ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. അതായത് നമ്മൾ പവർ പോയിന്റിൽ ഏത് സ്ലൈഡ് വ്യൂ ആണ് നമ്മൾ ആ സ്ലൈഡ്സിനെ പെട്ടെന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. സ്ലൈഡ് സോർട്ടർ വ്യൂ അതായത് എല്ലാ സ്ലൈഡിനെയും ഒരു തംബ്നെയിലായിട്ട് മൊത്തത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ റീഅറേഞ്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, എല്ലാ സ്ലൈഡിനെയും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ദ ഫംഗ്ഷൻ കീ ദാറ്റ് ഹെൽപ്സ് ടു സ്റ്റാർട്ട് ദ പ്രസൻറ്റേഷൻ ഫ്രം ദ ബിഗിനിങ് ഈസ്. അതായത് പ്രസൻറ്റേഷനെ ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ഡി F5 ആണ്. F5. ഓക്കെ, ഡിസൈൻ സ്കീം ഓഫ് കളേഴ്സ്, ഫോൺസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് യു അപ്ലൈ യുവർ സ്ലൈഡ് ഈസ് കോൾഡ്. അതായത് നമുക്ക് ഈ ഒരു സ്ലൈഡിൻ്റെ കളേഴ്സ്, ഫോണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വരുന്ന ഇതേതാണ്, ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തീമാണ്. തീം. ഓക്കെ, തീമിലാണ് നമുക്ക് കളേഴ്സ്, ഫോണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കിട്ടും. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് എല്ലാത്തിനെയും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തീംസ് എന്ന് പറയുന്നത്. ദ ടാബ് ദാറ്റ് അലൗസ് യു ടു ആഡ് ആനിമേഷൻ എഫക്ട്സ് ടു ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഇൻ സ്ലൈഡ് ഈസ്. അതായത് നമ്മൾ സ്ലൈഡിലെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റിന് ആനിമേഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ആനിമേഷൻ ടാബാണ്. ആനിമേഷൻ ടാബ്. ഹൗ ക്യാൻ യു ആഡ് ഹൈപ്പർ ലിങ്ക് ഇൻ യുവർ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനിലേക്ക് ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. അതായത് നമുക്ക് Ctrl+K എന്നുള്ള ഷോർട്ട് കട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ആ ഒരു ഓപ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ദ കമാൻഡ് ദാറ്റ് ഡയറക്ട്സ് യു ടു ദ ഫസ്റ്റ് സ്ലൈഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ ഈസ്. അതായത് ഒരു പ്രസൻറ്റേഷനിലെ ആദ്യത്തെ സ്ലൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന കമാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, Ctrl+Home ആണ്. Ctrl+Home ആണ് നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. While drawing a shape using mouse, which is the combination key used to get perfection. അതായത് നമ്മൾ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ആ ഷേപ്പ് വേറെ രീതിയിൽ വളഞ്ഞു പോകാതെ കറക്റ്റ് പെർഫെക്ഷനോട് കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ. അടുത്തത് ഇൻ MS Word 2007 ദ മാക്സിമം അലൗഡ് സൈസ് ഓഫ് എനി ഫോണ്ട് ഈസ്. അതായത് 2007 MS Wordൽ മാക്സിമം സൈസ്, ഫോണ്ട് സൈസ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1638 ആണ്. 1638. ഐഡൻറ്റിഫൈ ദ സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ദാറ്റ് ഹാസ് പാർട്ട്നേർഡ് വിത്ത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് IPPB, എ ഡിവിഷൻ ഓഫ് ഇന്ത്യൻ പോസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൂ. ഓക്കെ, ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റെയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് വരുന്നൊരു സോഷ്യൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമാണ് കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആപ്ലിക്കേഷൻ ദാറ്റ് കമ്പൈൻസ് ടെക്സ്റ്റ്, സൗണ്ട്, ഗ്രാഫിക്സ്, മോഷൻ, വീഡിയോ ആൻഡ് ഓർ ആനിമേഷൻസ്. അതായത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ്, സൗണ്ട്, ഗ്രാഫിക്സ്, മോഷൻ, വീഡിയോ ഓർ ആനിമേഷൻസ്. ആൻസർ ഓപ്ഷൻ സി, മൾട്ടിമീഡിയ ആണ്. മൾട്ടിമീഡിയ. 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദ ക്വസ്റ്റ്യൻ 81 ആൻഡ് 82. 81, 82 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ഇഡിയം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചിങ് അറ്റ് ദ ലോക്കൽ കോളേജ് ഈസ് യെസ് ഡാഷ്. അതായത് ലോക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം എന്നുള്ളതാണ് വരുന്നത്. അവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് വരുന്നത്. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം എന്ന് പറയുന്നത് ലോക്കൽ കോളേജിൽ
പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ദ മാഗസീൻ ഹാസ് ബീൻ ഡാഷ് സിൻസ് ഇറ്റ്സ് ന്യൂ ഡയറക്ടർ ടുക്ക് ഓവർ. The magazine has been dashed since its new director took over. ആൻസർ ഓപ്ഷൻ സി ആണ്, കോയിനിങ് മണി. കോയിനിങ് മണിയാണ് അവിടെ വരേണ്ടത്. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട് ടു ഡാഷ് ടു ഇംഗ്ലണ്ട് ഫോർ എ ഹോളിഡേ. She asked her friend to dash to England for a holiday. Answer option C ആണ്, come over. Come over ആണ്. Choose the correct reported speech from the following. Sentence, John said, it has been pleasant meeting you. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ജോൺ റിമാർക്ക് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ പ്ലസൻറ്റ് മീറ്റിംഗ് ഹെർ. ഇപ്പോൾ ഓപ്ഷൻ ബി നോക്കുക ജസ്റ്റ്. ജോൺ റിപ്പോർട്ടഡ് പ്ലസൻറ്റ് ഫീലിങ്സ് ഓൺ മീറ്റിംഗ് മീ. അത് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഹാസ് ബീൻ എന്നുള്ളത് ഹാഡ് ബീൻ ആയിട്ട് മാറണം. ആ ഒരു ഓപ്ഷൻ ബാക്കിയുള്ള ഒന്നിലും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഇതിൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസിന് പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, അടുത്തത്, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഐ ഡാഷ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വേർബ് ഐ ഡാഷ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. റിസീവ്ഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് എഗോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പാസ്റ്റ് ടെൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഇവിടെ സെൻറ്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗാണ് വരുന്നത്. അപ്പോൾ എയും സിയും ക്യാൻസലായി. എന്തുകൊണ്ടാണ്, അവിടെ നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എയും സിയും ക്യാൻസലായി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്തുണ്ട്, ഡു എന്നുള്ള ഓക്സിലറി വെർബ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡു യു ആണ് വരേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. ഐ വാണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് ഡാഷ് ടീ. എന്ത് ടീ ആണ് ഇവിടെ വരുന്നത്, അഡ്ജക്റ്റീവ്. ആൻസർ ഓപ്ഷൻ ബി, സ്ട്രോങ് ടീ ആണ്. 88 തൊട്ട് 90 വരെ ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പാസേജ് ഒന്ന് വായിക്കാം. What is archaeological record? It does not consist of isolated monuments rising from the level field or stray bits of stone, metal or earthenware turned up by a plow or bulldozer. Such are only potential archaeological documents. By themselves, they would be of little use. It is only because we find lost trifles, scraps in house floors, mortuary offerings in graves, or relics in some other kind of context that they can become archaeological data. In fact, the outlandish names and mystic figures are really just conventional labels for serialized ഡിവിഷൻ ഓഫ് ആർക്കിയോളജിക്കൽ ടൈം. ഓക്കെ, അതായത് ഇവിടെ ആർക്കിയോളജിക്കൽ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇതിനെക്കുറിച്ച് ആർക്കിയോളജിക്കൽ റെക്കോർഡ്സിനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പോൾ ഈ ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് കൺസിസ്റ്റസ് ഓഫ് മോണിമെൻറ്റ്സ്, സ്ട്രേ ബിറ്റ്സ് ഓഫ് സ്റ്റോൺസ്, മെറ്റൽ ഓർ എർത്തൺവെയർ ഫൗണ്ട് ഇൻ സം കൈൻഡ് ഓഫ് ടെക്സ്റ്റ്. അതിവിടെ പറയുന്നുണ്ട്, നോക്കാം. അതവിടെ നോക്കുക. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് ഐസൊലേറ്റഡ് മോണ്യൂമെൻറ്റ്സ് റൈസിംഗ് ഫ്രം ദ ലെവൽ ഫീൽഡ് ഓർ സ്ട്രേ ബിറ്റ്സ് ഓഫ് സ്റ്റോൺ, മെറ്റൽ ഓർ എർത്തൺവെയർ ടേൺഡ് അപ്പ് ബൈ എ പ്ലോ ഓർ ബുൾഡോസർ. ഓക്കെ, ഇനി ഇൻ പീസിംഗ് ടുഗദർ ദ പാസ്റ്റ് പോട്ടറി ആൻഡ് ബ്രോക്കൺ എർത്തൺവെയർ ആർ മിസ്ലീഡിങ്. അതിവിടെ പറയുന്നുണ്ട്, നോക്കാം. അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നില്ല. മിസ്ലീഡിങ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ ഡാറ്റ ഈസ് ചൈൽഡ്സ് പ്ലേ. അതുമല്ല. ഇവിടെ
കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ ഇതാണ് തന്നെയാണ് കറക്റ്റ് വരുന്നത്. അങ്ങനെ ഒരു മിസ്ലീഡിങ് ആണെന്നും പറഞ്ഞിട്ടില്ല, ചൈൽഡ്സ് പ്ലേ ആണെന്നും പറഞ്ഞിട്ടില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ഐസൊലേറ്റഡ്? ഐസൊലേറ്റഡിൻ്റെ സിനോണിം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ലൂഡഡ്. സെക്ലൂഡഡ്. അടുത്തത്, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് വെരി സ്ട്രേഞ്ച്. വെരി സ്ട്രേഞ്ച്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഔട്ട്ലാൻഡിഷ്. ഔട്ട്ലാൻഡിഷ് ആണ് വെരി സ്ട്രേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് 10 മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒറ്റുകൊടുക്കുന്നവൻ. ഒറ്റുകൊടുക്കുന്നവൻ. ഏത് പദത്തിൻ്റെ പര്യായമാണ് ജാതവേദസ്? ജാതവേദസ് എന്ന് പറയുന്നത് അഗ്നിയുടെ പര്യായമാണ്. അടുത്തത്, ശരിയായ വാക്യം ഏത്? ഫസ്റ്റത്തെ സെൻറ്റൻസ് നോക്കാം. ഞാനും നീയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യാസം എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 2 വ്യത്യാസം എന്നുള്ളത് വരേണ്ട ആവശ്യമില്ല. സുനിത സത്യസന്ധിയായിരിക്കുന്നത് കൊണ്ടാണ് അവളെ എല്ലാവരും വിശ്വസിക്കാൻ കാരണം. ഓക്കെ, കൊണ്ടാണ് കാരണം എന്നീ 2 വാക്കുകൾ ഒരുമിച്ച് വേണ്ട. പിന്നെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക മലയാള കവിത്രയങ്ങൾ. കവിത്രയങ്ങൾ എന്ന് പറയില്ല, കവിത്രയം എന്ന് മാത്രമേ പറയുള്ളൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ പദം അഥർവവേദമാണ് ഇവിടെ തെറ്റായിട്ടുള്ള പദം. ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ളതാണ് ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയായ രൂപം സൃഷ്ടാവാണ്. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് യഥാവിധി. ഓക്കെ, കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം കവയിത്രിയാണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറില്ല, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നുണ്ട്. കവയിത്രി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ശരിയായ വാക്യം ഏത്? അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റായിട്ടുള്ളത്. ഇവിടെ എന്നുള്ള ഇതുകൊണ്ടാണ് സെൻറ്റൻസ് ആ 2 വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നുള്ള ആ ഒരു ഇത് തന്നെ വരണം. അടുത്തത്, മൂച്ചി എന്ന പദത്തിൻ്റെ അർത്ഥം മാവാണ്. മാവ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.